ഹേ ഹായ് ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോയ്സിൻ്റെ VS Note 2 Neo എന്ന ലേറ്റസ്റ്റ് വെർഷൻ, അതായത് നോയ്സിൻ്റെ അവരുടെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള എയർപോഡ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നും എടുത്ത് പറയേണ്ട തന്നെ ഒരു കാര്യമാണ്. ഞാനത് ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ ഒന്നും കൂടെ പാക്കിലിട്ട് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ 40 hours പ്ലേ ടൈമാണ് വരുന്നത്. ക്വാഡ് മൈക്ക് ഉണ്ട്, ഹൈപ്പർ സിങ്ക് ആണ്, പിന്നെ മെയിൻലി മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് സാധനം. പിന്നെ വന്നിട്ട് ബ്ലൂടൂത്ത് വെർഷൻ വന്നിട്ട് 5.3 ആണ്, അതായത് ലേറ്റസ്റ്റ് വെർഷനാണ് ബ്ലൂടൂത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു വൈറ്റ് കളർ ക്യൂട്ട് ബോക്സിലാണ് വരുന്നത്. സൈഡിൽ കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഒരു സെറ്റ് കാർഡ്സ് ആണ് കിട്ടുന്നത്. അതിനകത്ത് നമ്മുടെ വാറൻറ്റി കാർഡ്, പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, അത് ഇത് രണ്ടുമാണ് കാണപ്പെടുന്നത്. ഇൻസ്ട്രക്ഷൻ മാനുവലിൽ എന്ത് സാധനം നിങ്ങൾ മേടിച്ചാലും ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കാണ്ട് യൂസ് ചെയ്യരുത്. വായിച്ച് നോക്കി എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ വാറൻറ്റി കിട്ടിയ ഉടനെ തന്നെ നമ്മൾ കയറി സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാറൻറ്റി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇയർപോഡ്സ് വരുന്നത് ഒരു ക്യൂട്ട് ബോക്സിലാണ്, വളരെ നല്ല പേൾ വൈറ്റ് ആയിട്ടുള്ള. പിന്നെ എടുത്ത് പറയേണ്ട ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേസിങ് പോളിഷ് ആയിട്ടുള്ള ഒരു കേസ് അല്ല വരുന്നത്. അതിന് പകരം കുറച്ചൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള, വളരെ മിനിയാണ്, ക്യൂട്ടാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് ഇയർബഡ്സ് കാണാനായിട്ട് സാധിക്കും. രണ്ടും അതിൻ്റെ മുകളുടെ ഭാഗം ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ബാക്കി വൈറ്റ് ആണ്. എന്തായാലും ഒരു മാറ്റ് ഫിനിഷാണ് മൊത്തത്തിൽ. ഒരു ഗ്ലേസിങ്ങോ അങ്ങനെ ഒന്നുമില്ല, ഫുൾ മാറ്റാണ്. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് വീഴുമ്പോൾ ലൈൻസ് വരുമെന്നോ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ ഹാൻഡിൽ ഫ്രീ ആണ്. അതുകൂടാതെ നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചറാണിത്. ഈ ബഡ്സ് വന്നിട്ട് ഫുള്ളി ടച്ച് സെൻസിറ്റീവ് ആണ്. നമുക്ക് മാനുവൽ വായിച്ച് നോക്കുമ്പോൾ കാണാം, ഇത് നമുക്ക് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യാനായിട്ട് രണ്ട് ഡാബ് ചെയ്യണം. രണ്ട് പ്രാവശ്യം നമ്മൾ ഡാബ് ചെയ്യുമ്പോഴത്തേക്കും, ഏത് ബഡ്സിലാണോ ഡാബ് ചെയ്യാം, രണ്ട് പ്രാവശ്യം ഡാബ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്ലേ അല്ലെങ്കിൽ പോസ് ആവും. പിന്നെ നമുക്ക് പ്രീവിയസ് സോങ് പ്ലേ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡുള്ള ഇയർപോഡ്സ് നമ്മൾ ത്രീ ടൈം നമ്മൾ ഡാബ് ചെയ്യുമ്പോഴത്തേക്കും പ്രീവിയസ് സോങ് വരും. നെക്സ്റ്റ് സോങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബഡ്സ് 3 ടൈംസ് ഡാബ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് സോങ് പ്ലേ ആവും. അത് നമുക്കിതിൽ വേറൊരു ചെറിയ മിനി ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അഡ്ജസ്റ്റബിൾ ബഡ്സും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടൈപ്പ് ചാർജറും നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. പാക്കേജിങ്ങിൽ ഇത്രയും നിറഞ്ഞ ഒരു ബോക്സാണ് നമുക്ക് നോയ്സിൻ്റെ VS102 നിയോ ബഡ്സിൽ വരുന്നത്. ഇതൊന്നും തന്നെ ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതെനിക്ക് ഓഫറിൽ മേടിച്ചതാണ്. ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 3000 റുപ്പീസിനോളം വരും. പിന്നെ മാനുവൽ കോഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പവർ ഓഫ് ചെയ്യാനും, പിന്നെ ബഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും, പിന്നെ അവരുടെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വായിച്ച് നോക്കിയിട്ട് വേണം യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, അതിപ്പോൾ ബഡ്സ് എന്നല്ല, ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയാലും മാനുവൽ കാർഡ് നമ്മൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം.